നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ മട്ടൻ മന്തി റെസിപ്പി വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മട്ടൻ ഇതേപോലെ വലിയ പീസാക്കിയിട്ട് കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സവാള ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. 2 കഷ്ണം കറുകപ്പട്ട, 3 ഏലക്ക, 3 കരയാമ്പൂ, ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിൽ എത്തിയിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ബസ്മതി സല്ല റൈസ് കഴുകി വാറ്റ വെച്ചതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് വറുത്തെടുക്കുക. 4 കപ്പ് ബസ്മതി സല്ല റൈസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മട്ടൻ വേവിച്ച ഈ ഒരു വെള്ളത്തിലാണ് കേട്ടോ ചോറ് വെക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം കേട്ടോ, അതാണ് അളവ്. പിന്നെ ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അരി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്തിയിട്ട് വേവിച്ചെടുക്കുക. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ഈ ഒരു മട്ടനില്ലേ അത് ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ 2 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കളറിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊരിച്ച മട്ടൻ ഇതേപോലെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മട്ടൻ മന്തിയുടെ പണി കേട്ടോ. ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, പക്ഷേ ടേസ്റ്റിലൊന്നും ഒരു കുറവില്ല കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ തക്കാളി സൽസയുടെ കൂടെയാണ് കേട്ടോ മട്ടൻ മന്തി സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതേ മട്ടനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നിങ്ങൾ ഇത്രയും ഈസിയും സിമ്പിളായിട്ടുള്ളൊരു മട്ടൻ മന്തി ഉണ്ടാക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ.